ഇനി നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ വെജ് ബിരിയാണീന്റെ റെസിപ്പി നോക്കാം. ഒരു പാനിൽ അല്പം നെയ്യ് ചൂടാക്കി സവാള ചെറുതാക്കി അരിഞ്ഞൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും 1/4 കപ്പ് ബീൻസും 1/4 കപ്പ് ക്യാരറ്റും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ തൈരും കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുക്ക് ചെയ്ത ഗ്രീൻ പീസും കുറച്ച് ചെറുതാക്കി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് കൈമ റൈസിലേക്ക് 4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കയും കുറച്ച് നെയ്യും മല്ലിയിലയും കൂടി ചേർത്തിട്ട് കുക്കറിൽ വെയിറ്റ് ഇടാതെ ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് സോയാബീൻ കുക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മേലേക്ക് റൈസ് കുക്ക് ചെയ്തതും ബ്രെഡ് ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിലൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് റൈസും വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ലാസ്റ്റ് നെയ്യിൽ വറുത്തെടുത്ത സവാളയും കാഷ്യൂ കിസ്മിസും കൂടി ചേർത്തെടുത്ത വെജ് ബിരിയാണി റെഡി.